ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് എന്ത് ഡേയാണ് ബേബി? ഇന്ന് ഏത് ഡേയാന്ന് പറഞ്ഞു? ഇന്ന് ഏത് ഡേയാ? സൺഡേ. വാവ്, യു ആർ സൺഡേ എന്നാരാ പറഞ്ഞ ബേബിനോട്? മാം പറഞ്ഞതാണോ? അത് ശരി. ഇവിടെ വന്നാൽ എനിക്കൊരു മെയിൻ ഹോബി മാറിയിരിക്കുകയാണ് കേട്ടോ ഈ പരിപ്പ് വട കഴിക്കൽ. അത്ര ക്രിസ്പി ആൻഡ് ടേസ്റ്റിയാണ്. നല്ല പരിപ്പ് വടയാണ് കേട്ടോ. ഹേയ് ബേബി, എന്ത് വീട്ടിലാ? കഴിക്കാട്ടാ, വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വാ, അത് കഴിക്കുക. എവിടെ വെക്കി? ഇവിടെ വെക്കി. അകത്തിടാനാ? അകത്തിടാൻ പറ്റില്ല. അകത്തിടാൻ നമുക്ക് വേറെ മേടിക്കുക. അത് പുറത്തിടണ ചെരുപ്പല്ലേ. കുഞ്ചെരുപ്പ് മേടിക്കാട്ടമ്മ. ചൂടുള്ള എന്താ സാമ്പാറും ചപ്പാത്തിയും സാമ്പാറും കടലല്ല മുതിര റെഡി ആയിട്ടുണ്ട് അല്ലേ? ഞാനും കുഞ്ഞനും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. ചേട്ടനും അമ്പാടിയില്ല, പിന്നെ അച്ഛനില്ല, അമ്മയില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ചേട്ടനും അമ്പാടി ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ റൂമുകളൊക്കെ ഞാനും കുഞ്ഞനും കൂടി കയ്യേറിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഈ ഒരു കോലത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളെ അവിടെ നിന്ന് ഓടിക്കും. അതുകൊണ്ട് വരുമ്പോഴേക്കും രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഈ ഒരു പണിക്ക് നിന്നു കേട്ടോ. കുഞ്ഞനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിരിക്കുന്ന അവിടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവനവിടെ കളിക്കാൻ പോയി. ഇത് ചേട്ടൻ്റെ റൂമാണ്, അപ്പുറത്തെ അമ്പാടി റൂം. ചേട്ടൻ്റെ ടേബിൾ മുഴുവൻ ഞാൻ സാധനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയായിരുന്നു. കുഞ്ഞിൻ്റെ ബുക്സും അവൻ്റെ ടോയ്സും പിന്നെ എൻ്റെ കുറേ മേക്കപ്പ് സാധനങ്ങളും ഒക്കെ കൂടിയിട്ട് ഞങ്ങളുടെ മൂന്നാളുടെയും ഒരു സെയിം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീറ്റാക്കി വയ്ക്കുക. നമ്മളുടെ റൂമും നമ്മളുടെ ടേബിളും നീറ്റാക്കി വയ്ക്കാതാണ് ഞങ്ങളുടെ മൂന്നാളുടെയും ഒരു സെയിം ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ചേട്ടൻ വരുമ്പോഴേക്കും ചേട്ടൻ്റെ ടേബിളൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കും അമ്മ അമ്പലത്തിൽ നിന്ന് രാമായണം വായിച്ച് വരുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് തോന്നി ഇവിടെ എന്തോ ഇവിടെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈൻഡൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നെ നോക്കിയത് പോലും ഇല്ല കേട്ടോ അമ്മ. കുഞ്ഞൻ കളിക്കാൻ പോയാൽ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. അപ്പോൾ അമ്മ കുഞ്ഞിൻ്റെ സൗണ്ട് ഇട്ട് അങ്ങോട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ അമ്പാടിയുടെ റൂമാണ്. അമ്പാടിയുടെ റൂമിൽ ഞങ്ങൾ കിടക്കാറുണ്ട്, ചേട്ടൻ്റെ റൂമിലും കിടക്കാറുണ്ട്. അപ്പോൾ ഇവന് ഇനി അമ്മമ്മേരെ ചേട്ടൻ്റെ റൂമിൽ കിടക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അമ്പാടിയുടെ റൂമും നല്ല നീറ്റായി കിടന്നിരുന്ന റൂമാണ്. അത് ഞങ്ങൾ അലങ്കോലമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്പാടിയുടെ റൂമിലത്തെ ബെഡ്ഷീറ്റ് ഞങ്ങൾ 2 ദിവസം മുന്നേ വിരിച്ചതാണ്. അതുകൊണ്ട് അത് മാറ്റിയില്ല, എന്നാലും കുടഞ്ഞുരിച്ചു. ഇപ്പോഴത്തെ ഈ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ എലാസ്റ്റിക് ഉള്ള ബെഡ്ഷീറ്റ് നല്ല ഈസി ടു യൂസ് ആണ് കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പോവാണ്ടൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് മറ്റേതുപോലെ പുറത്തേക്കൊന്നും എന്ത് ചെയ്താലും പുറത്തേക്കൊന്നും വരില്ല. അങ്ങനെ അമ്പാടിയുടെ റൂമും സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. യൂഷ്വലി ടേബിളൊക്കെ നല്ല നീറ്റായിട്ട് ഒരു സാധനം ഇല്ലാണ്ട് അവൻ്റെ ലാപ്പും അവൻ്റെ എന്തെങ്കിലും ബുക്സ് ഉണ്ടെങ്കിലാണ് നല്ല ഭംഗിയിലൊക്കെ ഇരിക്കാറുണ്ട്. ഞങ്ങളായിട്ട് ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. തെർമോമീറ്റർ, കത്രിക, ബുക്സ്, വിക്സ്, അങ്ങനെ എന്തൊക്കെ വേണം അതൊക്കെ ആ ടേബിളിൽ ഉണ്ടാവും. പിന്നെ അത് കൂടാണ്ട് എൻ്റെ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ അമ്പാടി കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ എപ്പോൾ കിട്ടിയെന്ന് ആലോചിച്ചാൽ മതി. അതാണ് അമ്പാടിക്കാൻ എന്താ കാണാൻ പ്രാന്തെടുക്കും അവൻ. അതുകൊണ്ട് വരുമ്പോഴേക്കും രാവിലെ തന്നെ ഒരു 12 മണി നമ്മൾക്ക് എത്തുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൺഡേ ആയതുകൊണ്ട് ലേറ്റായിട്ടാണ് എനിറ്റത്. അപ്പോൾ അതുകൊണ്ട് വേഗം സ്പീഡപ്പിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അമ്പാടിയുടെ ടേബിളും നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ സൈഡിലിരിക്കുന്നതൊക്കെ അവൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ടേബിളും നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വരുമ്പോൾ തലയ്ക്ക് ഭ്രാന്തിട്ടിട്ടും വരാം. അപ്പോൾ അത് കാണുമ്പോൾ അതിനേക്കാളും ഭ്രാന്ത് പിടിക്കും. അപ്പോൾ അത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അമ്പാടിയുടെ റൂമും ചേട്ടൻ്റെ റൂമും എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാളും വൃത്തിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞനെ ഞാൻ അതിൻ്റെ ഇടയിൽ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൻ്റെ ഫ്രണ്ട് വന്നു. പിന്നെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഞാനും കുളിക്കാൻ പോയി. അല്ലെങ്കിൽ പിന്നെ അവർ വരുമ്പോഴേക്കും പിന്നെ വന്നാൽ സംസാരിച്ചിരുന്ന് പിന്നെ വീണ്ടും ലേറ്റ് ആവും. പിന്നെ എൻ്റെ കുളി നടക്കില്ല. അതുകൊണ്ട് ഞാനും കുളിച്ചു. അമ്മ അപ്പോഴേക്കും സോയാബീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. സോയാബീൻ അങ്ങനെ വയ്ക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷെ അന്ന് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് മീനും ചിക്കനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് അമ്മ ചിക്കൻ കറി പോലത്തെ സോയാ കറി വെച്ചത്. അങ്ങനെ നമ്മുടെ പൊന്നാങ്ങളമാർ എത്തിച്ചേർന്നിരിക്കുന്നു. കൂടെ ഒരു പൊന്നു പെങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊന്നു പെങ്ങളായ പോപ്പിയും കൂടി ഉണ്ട്. പോപ്പിനെ താഴത്തേക്ക് ഇറക്കിയാൽ അവിടെ കുഞ്ഞൻ്റെ ഫ്രണ്ട് ഉള്ളത് കൊണ്ട് പ്രശ്നമാവും. അങ്ങനെ കുഞ്ഞനെയും ഫ്രണ്ടിനെയും കൂടി റൂമിലാക്കിയപ്പോൾ കുഞ്ഞൻ കരച്ചിലായി. പിന്നെ ഡാഡയുടെ വക സ്നേഹപ്രകടനം, അമ്പീര വക സ്നേഹപ്രകടനം അതൊക്കെ കഴിഞ്ഞിട്ടാണ് കുഞ്ഞൻ പിന്നെ സെറ്റായത്.
അമ്പാടി വന്ന പാടെ ഭക്ഷണം കഴിച്ചു, ചേട്ടനും കഴിച്ചു കേട്ടോ, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അവരവിടെ നിന്ന് രാവിലെ ഇറങ്ങിയതാണ്. കുഞ്ഞിനും ദക്ഷയും കൂടിയിട്ട് പോപ്പിനെ നോക്കണം. പോപ്പിനെ വർക്കേരിയയിൽ കൂട്ടിലിട്ടിരിക്കുന്നു. കാരണം ദക്ഷക്കുട്ടിയുള്ളതുകൊണ്ട് നമ്മളുടെ പോപ്പ് ചിലപ്പോൾ അവളുടെ മേത്തേക്ക് ചാടും. അതുകൊണ്ട് പോപ്പിനെ കൂട്ടിലാക്കി. അവർ വന്നപ്പോൾ സോന പപ്പടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞനും ദക്ഷയും വെയിറ്റിംഗ് ആണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് പൊട്ടിച്ച് ഞങ്ങളെല്ലാവരും കഴിച്ചു. കുഞ്ഞനും ദക്ഷയും കുറച്ച് കഴിച്ചു. കാണുന്ന എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മധുരമായതുകൊണ്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല രണ്ടാൾക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ആഡിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനും അമ്പാടിയും കൂടി എടുത്തു വെച്ചു. അമ്മ അവിടെ നിന്നിട്ട് എവിടെ വെക്കണം എങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും ചേട്ടനും കൂടി കിച്ചണിക്ക് വന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കഥകളൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കാറ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആരില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരില്ലാത്ത പോലെ, ഉണ്ടെങ്കിൽ ഉള്ള പോലെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ. എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഞാനിവിടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഡാഡയും മോനും വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട്. ഒരു മഴയും പെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ നമുക്ക് നാടൻ കുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേട്ടൻ തൊലി കളഞ്ഞ് പച്ചയ്ക്ക് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ ചേട്ടനും കൂടി കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് ആ കുള്ളി കഴിച്ചു. അപ്പോൾ ചേട്ടനാണെങ്കിൽ വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്കറിയാൻ കാരണം, പക്ഷെ ഞാൻ നിങ്ങളോട് പറയില്ല. അത് കഴിഞ്ഞ് ഞാനും ചേട്ടനും ഉണ്ണിയും അമ്പാടിയും കൂടിയിട്ട് കാട്ടൂർ മാർക്കറ്റിൽ പോയി. പക്ഷെ സൺഡേ ആയതുകൊണ്ട് അവിടെയൊക്കെ കടകളൊക്കെ അടവായിരുന്നു. കാരണം ഓണത്തിനുള്ള ഷൂട്ടിന് ഉള്ള പർച്ചേസിന് വേണ്ടി പോയതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ തൃപ്രയാർക്ക് വിട്ടു. അങ്ങനെ തൃപ്രയാർ ഗുരുപ്രിയയിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ രാത്രിയായി. അപ്പോൾ നല്ലൊരു മഴ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.